നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേലിന് ഗാസയിൽ സൈനിക നഷ്ടങ്ങളുടെ പരമ്പരകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇസ്രായേലിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഗാസയിലെ റാഫയിൽ വെച്ച് ഇസ്രായേലിന്റെ നാഹൽ ബ്രിഗേഡിന്റെ 717ാമത്തെ എഞ്ചിനീയറിംഗ് ബറ്റാലിയനിലെ കമ്പനി കമാൻഡറായ മോഡി ഇൻ മഖാബിൻ എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇന്ന് നഷ്ടമായിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 35 വയസ്സുകാരനാണ് ഇദ്ദേഹം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മോസിക്കോ റോഷൻ വാൾ എന്നറിയപ്പെടുന്ന മറ്റൊരാൾ, ഇദ്ദേഹവും കമാൻഡർ തന്നെയാണ്. ഇദ്ദേഹവും കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട 2 കമാൻഡർമാരാണ് ഇസ്രായേലിന് ഇന്ന് നഷ്ടമായിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. റാഫയിലുള്ള ഒരു ബിൽഡിംഗിൽ നിലനിൽക്കുന്ന സമയത്താണ് ഹമാസ് ഈ ബിൽഡിംഗിന് നേരെ ആക്രമണം നടത്തുന്നത്. ഹമാസ് ആക്രമണം നടത്തി ബിൽഡിംഗ് തകർത്ത് തരിപ്പണമാക്കിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആ ബിൽഡിംഗ് തകർത്തതിന്റെ അനന്തരഫലമായാണ് ഈ 2 പേരും മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് വ്യക്തമാവുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റു ചിലർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ മാരിറ്റ് എന്നറിയപ്പെടുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട പത്രമാണ്. ഈ പത്രത്തിൽ വളരെ കൃത്യമായി ഈ 2 സൈനികരുടെയും ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതിൽ അവരുടെ കമാൻഡർമാരാണ് ഇവർ എന്ന് പത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹീബ്രു ഭാഷയിലാണ് ഈ പത്രത്തിന്റെ പതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നത്. അവിടെ ബിൽഡിംഗ് തകർന്നതിന്റെ അനന്തരഫലമായിട്ടാണ് ഈ 2 ആളുകളും മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് ഈ പത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഗാസയിൽ അതിശക്തമായ ഒരു പോരാട്ടം തന്നെ വടക്കും തെക്കുമെല്ലാം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നതാണ് വ്യക്തമാവുന്ന കാര്യം. യഥാർത്ഥത്തിൽ ഗാസയിലെ നില അല്ലെങ്കിൽ ഗാസയിലെ സാഹചര്യങ്ങളിൽ ഒരു മാറ്റവും ഇതുവരെയും വന്നിട്ടില്ല എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അതിശക്തമായി തിരിച്ചടി ഇപ്പോഴും ഇസ്രായേലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നതാണ് വ്യക്തമാവുന്ന കാര്യം. അതേസമയത്ത് ഈ ആക്രമണങ്ങൾ ആളുകളെ നിഷ്കരണം ബാധിക്കുന്നുമുണ്ട്. സ്ത്രീകളെന്നോ കുട്ടികളെന്നോ ഇല്ലാതെ ഇസ്രായേൽ നരനായിട്ട് അതിശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ എന്നതാണ് വ്യക്തമാവുന്ന കാര്യം. വംശഹത്യ അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നീക്കങ്ങളുമായി ഇസ്രായേൽ യുദ്ധ സാഹചര്യം വലിച്ചു നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ സിറിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഗാസയിലെ പോരാളികളെ ബാധിച്ചിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇപ്പോൾ ബന്ധികളെ വിട്ടേക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസ് അല്പം കൂടി താഴോട്ട് വന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതായത് ഹമാസ് ഈ കാര്യത്തിൽ കുറച്ച് കാഠിന്യം കുറച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്ന കാര്യം. അവരുടെ ഉപാധികളിൽ അല്പം അവർ താഴ്ന്നു കൊടുക്കാൻ തയ്യാറായെന്ന വാർത്തകൾ വരുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടതായി വരുന്നു. അതായത് ഗാസയിലെ ഹമാസിന് ആയുധങ്ങൾ ലഭിച്ചിരുന്നത് ഏത് വഴിയായെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം. അതായത് സിറിയ നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതെന്നാണ് പറയാൻ സാധിക്കുക. അതായത് സിറിയയിൽ നിന്നും നേരെ ലബനാനിലേക്ക് ആയുധങ്ങൾ എത്തിയിരുന്നു. അതുപോലെ തന്നെ ലബനാനിലെ ഹിസ്ബുള്ളയ്ക്ക് യഥേഷ്ടം ആയുധങ്ങൾ ലഭിച്ചിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രായേലിന് പല തവണ ആയുധങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകുന്നുണ്ട് എന്നത്. ആ സമയത്തും അമേരിക്ക വീണ്ടും വീണ്ടും ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു എന്നതാണ് പതിവായ കാര്യം. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഈ പോരാളികളുടെ ആയുധം തീരാതെ അല്ലെങ്കിൽ അത് അവസാനിക്കാതെ അവർ പൂർണ്ണമായി ശക്തിയോടുകൂടി ഇസ്രായേലിനെ ചെറുത്തു നിൽക്കുമ്പോൾ ഒരു വർഷത്തിലധികമായി യുദ്ധം അരങ്ങേറുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അവരുടെ ആയുധങ്ങൾ വീണ്ടും വീണ്ടും അവശേഷിക്കുന്നുവെന്ന ചോദ്യം വളരെ പ്രധാനമായി ഉന്നയിച്ചു വരുന്ന ഒന്നാണ്. അതായത് ഇസ്രായേലും അവരുടെ പക്കലുള്ള ആയുധങ്ങൾ അവസാനിക്കട്ടെ എന്ന രൂപത്തിൽ ഇത്രയും നാൾ ഈ യുദ്ധം ഇസ്രായേൽ നീട്ടിക്കൊണ്ടു പോയി. പക്ഷേ അത് അവസാനിക്കുകയല്ല ഉണ്ടായതെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിന് ഭൂമിയുടെ താഴ്ഭാഗത്തിലൂടെ ഒരു ലിങ്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയും വലിയ രൂപത്തിൽ ഭൂമിക്കടിയിൽ സ്റ്റോറേജ് രേഖപ്പെടുത്തുക എന്നത് വലിയ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്നാൽ അത് സിറിയയിൽ നിന്നും ലബനനിലേക്ക് എത്തുന്നു.
ആ സിറിയയിൽ നിന്നും ഗാസയിലേക്ക് എത്തുന്നത് ഏത് രീതിയിലാണെന്നത് വളരെ അജ്ഞാതമായ ഒരു കാര്യമാണ്. പക്ഷേ സിറിയയിലുള്ള ബഷാർ അൽ അസദിന്റെ പതനത്തോടുകൂടെ ഇങ്ങനെ ഒരു നീക്കം വരുമ്പോൾ അവരുടെ ഈ ഒരു ലിങ്ക്, അതായത് അവർക്ക് ആയുധം എത്തിച്ചിരുന്ന ഒരു ലിങ്കിൽ എവിടെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതേ സമയത്ത് സിറിയ ഏത് സമയത്തും ഇനിയും യുദ്ധത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങളിലാണ് ഉള്ളതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏത് സമയവും ഇറാൻ ഇടപെടാനുള്ള സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുർക്കിയും ഇതിൽ ഇടപെടാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് സൂചനകൾ കിട്ടിയിട്ടുള്ളത്. തുർക്കി ഇപ്പോൾ വടക്ക് ഭാഗത്ത്, അതായത് സിറിയയുടെ വടക്ക് ഭാഗത്ത് തുർക്കിയുമായി അടുത്തു നിൽക്കുന്ന ഭാഗത്തെല്ലാം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടാങ്കുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയത്ത് ഇസ്രായേലിനോട് അടുത്തു നിൽക്കുന്ന ഹുനൈഫ ഭാഗത്ത് ഇസ്രായേൽ അവരുടെ ടാങ്കുകളും സംവിധാനങ്ങളുമായി ഒരു ഭാഗത്ത് അധിനിവേശം നടത്തുന്നു എന്നും റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ട്. അതേസമയത്ത് ഇതിനുവേണ്ടി ഇറാനും വേണ്ട രൂപത്തിൽ ഇടപെടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. സിറിയയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എല്ലാ വലിയ ശക്തികളുടെയും ആക്രമണത്തിന്റെ കേന്ദ്രമായി സിറിയ മാറുമെന്നാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു കാര്യം. ബഷാർ അൽ അസദ് വളരെ വേഗത്തിൽ അവർക്ക് പതനമുണ്ടാക്കാനുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ഘടിപ്പിക്കുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തുർക്കി തന്നെയാണ്. തുർക്കിയുടെ ചില നീക്കങ്ങൾ, അതായത് ചില സംവിധാനങ്ങൾ ഇതിനെ വളരെയധികം ഫലപ്രദമായി ബാധിച്ചുവെന്ന് നമുക്ക് പത്രങ്ങളിലൂടെ മറ്റും കാണാൻ സാധിച്ചിരുന്നു. കൂടാതെ ബഷാർ അൽ അസദിന്റെ സൈനികരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനമെല്ലാം ജാമാക്കിയിരുന്നുവെന്ന സൂചനകളും പറയുന്നുണ്ട്. അത് ജാമാക്കിയിരിക്കുന്നത് തുർക്കി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എല്ലാ സൈനികരും ഒറ്റപ്പെട്ടു പോകുമെന്നും സൈനികരുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുമെന്നും വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള വലിയ ദുരന്തം ബഷാർ അൽ അസദിന്റെ സൈന്യത്തിൽ തുർക്കി വഴി ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതേസമയത്ത് തുർക്കി ശക്തമായ രൂപത്തിൽ സിറിയയിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഈ ഒരു ആധിപത്യത്തിന്റെ ശ്രമങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള തുർക്കിയുടെ ഒരു യുദ്ധത്തിലേക്കുള്ള നീക്കമാണെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ നിന്നും ഒരു ആസന്നമായ യുദ്ധം നടക്കുമെന്നാണ് ഉറപ്പാവുന്ന കാര്യം. അത് ഇറാനും ഇസ്രായേലും ആയിരിക്കില്ല, ഒരുപക്ഷെ ഇസ്രായേലും തുർക്കിയും തമ്മിലായിരിക്കുമെന്നതിടത്തേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് ഇറാൻ തുർക്കിയോട് രാത്രി കാണാൻ സാധിക്കുമോ എന്ന രൂപത്തിലുള്ള ഹെലികോപ്റ്ററുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ചില രൂപത്തിലുള്ള സഹകരണങ്ങൾ തുർക്കിയുടെയും ഇറാന്റെയും ഭാഗത്ത് രഹസ്യമായി ഉണ്ട് എന്ന കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ ഏത് സമയത്തും വലിയ രൂപത്തിലുള്ള ഒരു യുദ്ധം ഇനിയും ആവർത്തിക്കുമെന്ന് ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് എന്നതാണ് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്താണ് തുടർന്ന് സംഭവിക്കുക എന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രധാന വിഷയമായി മുൻപോട്ട് പോവുകയാണ്.